അപ്പൊ അവിടെ റോഡൊക്കെ തടസ്സപ്പെട്ടോ? അതെ. അല്ല, ഞാനിപ്പോ ഈ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇത് കാണുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ കേരളത്തിന് പുറത്തുള്ളവർ കേരളത്തിലെ ഇതുപോലുള്ള വലിയ ഉന്നതമായ പദവി വഹിക്കുന്നവരെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളത് അവർ ആലോചിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഇതെല്ലാം വളരെ അസാധാരണമായ സംഭവങ്ങളാണ്. ഇതെല്ലാം ഇത്തരം ആളുകൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുള്ളത് അവരാലോചിക്കേണ്ടതാണ്. പ്രതിഷേധം വരുന്നു, അതിനകത്ത് ഇങ്ങനെ ഗവർണർ ഇരിക്കുന്നുള്ള വാർത്ത തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ പറയാൻ പറ്റൂ. ഇതൊക്കെ ഇതേപോലുള്ള കേരളത്തിന് തന്നെ ഇത്തരം ഭരണഘടനാ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെപ്പറ്റി എന്താണ് മറ്റുള്ളവർ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെന്നെല്ലാം അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞേ പറയാൻ പറ്റൂ. പക്ഷേ ഇതൊരു അത്ഭുതം തോന്നുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്. പ്രതിഷേധക്കാരെ പോലീസ് തടയുന്നു, അവിടേക്ക് ഗവർണർ ഇറങ്ങി വരുന്നു, അവിടെ കസേരയിട്ടിരിക്കുന്നു, പ്രധാനമന്ത്രി വിളിക്ക്, ആഭ്യന്തരമന്ത്രി വിളിക്ക്, ആഭ്യന്തര സെക്രട്ടറിയെ വിളിക്ക് എന്ന് ഗവർണർ ആക്രോശിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് അവരെ വിളിച്ച് ഗവർണർ കാര്യം ധരിപ്പിക്കുന്നുണ്ട്, ആഭ്യന്തര സെക്രട്ടറി വിളിച്ച് കാര്യം ധരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 17 പ്രവർത്തകർക്കെതിരെ കേസെടുത്തുന്ന എഫ്ഐആർ കിട്ടിയതിനു ശേഷമാണ് ഗവർണർ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറായത്. അല്ല, ഞാനത് ഇപ്പം പറഞ്ഞപ്പോഴാണ് ഈ റിപ്പോർട്ടാണ് കേൾക്കുന്നത്. ഞാനത് പറഞ്ഞത് അത്ഭുതകരമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായതുപോലെ കേരളത്തിലല്ല പുറത്തുള്ളവർക്കെല്ലാം അത്ഭുതം തോന്നുന്ന കാര്യമായിരിക്കും. അതൊക്കെ ഇതേപോലുള്ള പദവികൾ വഹിക്കുന്നവർ സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. ബന്ധപ്പെട്ടവർ അങ്ങനെ ആലോചിക്കേണ്ടതാണ്. എന്തായാലും കൂടുതൽ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇതേ ഉള്ളൂ. ഇതിന്റെ ഒരു അതിശയം നിങ്ങളോട് പങ്കുവെക്കുക, അത്ഭുതം നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതല്ലാതെ എന്താ പറയാനുള്ളത്? മിനിസ്റ്റർ പറഞ്ഞ നേരത്തെ അദ്ദേഹത്തിന് പലവട്ടം പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ സുരക്ഷ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്ക് അല്ല പലപ്പോഴും തടയുന്നു, സർക്കാർ ഇടപെടുന്ന പറയുന്നത്. അല്ല, ഇതിനകത്ത് സുരക്ഷയുടെ പ്രശ്നം വന്നെന്നല്ലല്ലോ പറയുന്നത്. ഞാൻ അതേ പറഞ്ഞു, കൂടുതൽ മനസ്സിലാക്കണം. ഇപ്പോ കരിങ്കൊടി കാണിക്കുന്നു, പ്രതിഷേധം വരുന്നു എന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഞാനിപ്പോ ഒരു മീറ്റിംഗ് ആയിരുന്നു പത്ര മേഖലയിലെ തന്നെ സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർമാരുമായിട്ടും അവിടുത്തെ എഡിറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കേട്ടത്. അത് കേട്ടിട്ട് ഞാൻ അതിശയിച്ച് നിൽക്കുന്നത്. ഇങ്ങനൊരു അതിശയം, അത്ഭുതം തോന്നി. ഇങ്ങനൊരു കാര്യം എന്താണെന്ന് അറിയുന്നില്ല. എന്തായാലും അത് അന്വേഷിച്ചിട്ടാണ് കൂടുതൽ പറയാൻ പറ്റുക. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറയുന്നത് തീക്കളിയാണ് സർക്കാരിന്റെ. സർക്കാരിനെ ശരി.